കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററിലെ PSCക്ക് ആവശ്യമുള്ള കുറച്ച് ഭാഗവുമായിട്ടാണ്. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പാൻസ്ലാവ് പ്രസ്ഥാനത്തെക്കുറിച്ച് വായിക്കാം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതായത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചിരുന്നു. അതിനായി ഈ മേഖലയിലെ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. പാൻസ്ലാവ് പ്രസ്ഥാനം റഷ്യയുടെ നേതൃത്വത്തിലും പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിലുമാണ് ആരംഭിച്ചത്. അടുത്തത് പ്രതികാര പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. നെക്സ്റ്റ്, മൊറോക്കൻ പ്രതിസന്ധി. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത പിന്നെയും തുടർന്നു. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി. ബാൾക്കൻ പ്രതിസന്ധി. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കു കാരണമായി.
ഇതാണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് യുദ്ധം സെല്ലുലോയിഡിൽ. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് യാങ് റെന്യായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണിത്. ഗ്രാൻഡ് ഇല്യൂഷൻ്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് യാങ് റെന്യായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണിത്. ഗ്രാൻഡ് ഇല്യൂഷൻ്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്നതും സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്ന ചലച്ചിത്രങ്ങളും ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. കറുത്ത വ്യാഴാഴ്ച 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നു. അതുവരെയുണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. അടുത്തത് ഫാഷിസം. ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. വിജയിച്ച ഇറ്റലി. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായി. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായി. നെക്സ്റ്റ്, മെറ്റിയോറ്റി. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. ഫാഷിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു.